നമുക്കിന്ന് നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉപയോഗിച്ച് പി.എഫ്. അക്കൗണ്ട് എങ്ങനെ മെർജ് ചെയ്യാം എന്ന് നോക്കാം. ഒരു എംപ്ലോയി ഒന്നിലധികം കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പി.എഫ്. എമൗണ്ട് എത്ര കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് വ്യത്യസ്ത മെമ്പർ ഐഡികളിലായിരിക്കും സേവ് ആയിരിക്കുക. അത് മെർജ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ പ്രീവിയസ് എംപ്ലോയർ നിങ്ങൾ റിലീവായി കഴിഞ്ഞ് പി.എഫ്. എംപ്ലോയർ പോർട്ടലിൽ എക്സിറ്റ് പ്രോപ്പറായി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പി.എഫ്. അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലായി ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മെമ്പർ ഐഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ്. അല്ലാത്തപക്ഷം ഇ.പി.എഫ്.ഒ എംപ്ലോയി പോർട്ടൽ വഴി ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. പി.എഫ്. ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ അറിയിപ്പുകൾ പ്രകാരം ഓവർലാപ്പിംഗ് സംഭവിച്ച അക്കൗണ്ടുകളും ഇപ്പോൾ ലേറ്റസ്റ്റ് കമ്പനികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പഴയ കമ്പനികളിലോ പുതിയ കമ്പനിയിലോ ഡേറ്റ് ഓഫ് ജോയിനിംഗ്, ഡേറ്റ് ഓഫ് ലീവിംഗ് എന്നിവയിൽ തെറ്റുണ്ടെങ്കിലും പ്രസന്റ് കമ്പനിയിലെ പി.എഫ്. അക്കൗണ്ടിലേക്ക് മെർജ് ആവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെ ട്രാൻസ്ഫർ ക്ലെയിം നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ടും അപ്ലൈ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എങ്ങനെ ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ലാപ്ടോപ്പിലായാലും മൊബൈലിലായാലും ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ഒന്നുതന്നെയാണ്. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ ഇ.പി.എഫ്.ഒ മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ശേഷം നിങ്ങളുടെ യു.എ.എൻ നമ്പർ, പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ഫൊഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യു.എ.എൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫൊഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് നോട്ട് ആക്ടിവേറ്റഡ് എന്ന എറർ മെസ്സേജ് വരികയാണെങ്കിൽ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്ന് ഈ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് ഒ.ടി.പി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഈ കാണുന്നതാണ് ഇ.പി.എഫ്.ഒ എംപ്ലോയി പോർട്ടലിന്റെ ഹോം മെനു. നമ്മൾ ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ട്രാൻസ്ഫർ ക്ലെയിം ചെയ്യാൻ ആദ്യം നിങ്ങളുടെ പി.എഫ്. അക്കൗണ്ടിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ KYC ക്ലിക്ക് ചെയ്യുക. ശേഷം ബാങ്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് അടിച്ച് ഒ.ടി.പി കൊടുത്ത് വെരിഫൈ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റ് ജനറേറ്റ് ആവുന്നതാണ്. സ്റ്റേറ്റസ് വെരിഫിക്കേഷൻ അണ്ടർ പ്രോസസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരും പി.എഫ്. അക്കൗണ്ടിലെ പേരും സെയിം ആണെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആവുകയുള്ളൂ. സാധാരണയായി 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആകുന്നതാണ്. പി.എഫ്. പോർട്ടലിലെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ എംപ്ലോയറെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാത് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് വഴി ഓട്ടോമാറ്റിക് പ്രൊസീജിയർ വഴിയാണ് അപ്രൂവൽ നടക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പി.എഫ്. ഗ്രിവാൻസ് പോർട്ടൽ വഴി പരാതി ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയിൽ എക്സിറ്റ് മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മെമ്പർ ഐഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനായി വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ സർവീസ് ഹിസ്റ്ററി എടുക്കുക. അതിൽ ഡേറ്റ് ഓഫ് ലീവിംഗ് ഇ.പി.എഫ്., ഡേറ്റ് ഓഫ് ലീവിംഗ് ഇ.പി.എസ്. മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിറ്റ് ഡേറ്റ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ മാർക്ക് എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സിറ്റ് ഡേറ്റ് അടിക്കേണ്ട കമ്പനി സെലക്ട് ചെയ്യുക. ശേഷം എക്സിറ്റ് ആയ ഡേറ്റ് കൃത്യമായി ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. സെലക്ട് റീസൺ ഫോർ എക്സിറ്റ്, സെസേഷൻ, ഷോർട്ട് സർവീസ്, എനി അതർ റീസൺ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് റിക്വസ്റ്റ് ഒ.ടി.പി ക്ലിക്ക് ചെയ്ത് ഒ.ടി.പി ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ഡിക്ലറേഷനും ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ എക്സിറ്റ് ഡേറ്റ് അപ്ഡേറ്റ് ആകുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷവും എക്സിറ്റ് മാർക്ക് ചെയ്ത ശേഷവും നമുക്ക് ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യാം. അതിനായി ഓൺലൈൻ സർവീസ് ഓപ്ഷനിൽ വൺ മെമ്പർ വൺ പി.എഫ്. അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് പ്രസന്റ് കമ്പനി ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ നിങ്ങളുടെ യു.എ.എൻ നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കമ്പനി സെലക്ട് ചെയ്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഗെറ്റ് ഒ.ടി.പി കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ചില കേസിൽ അറ്റസ്റ്റേഷൻ ത്രൂ എന്ന ഓപ്ഷൻ കാണിക്കാറുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് എംപ്ലോയർ സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ക്ലെയിം സബ്മിറ്റ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ആയി. ഇവിടെ അറ്റസ്റ്റേഷൻ ത്രൂ എന്നിടത്ത് അറ്റസ്റ്റേഷൻ നോട്ട് റിക്വയർഡ് എന്നാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ക്ലെയിം നേരിട്ട് PF ഓഫീസിൽ സബ്മിറ്റായി എന്നാണ്. ഇവിടെ പ്രസന്റ് എംപ്ലോയർ എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കോൺടാക്ട് ചെയ്ത് ട്രാൻസ്ഫർ ക്ലെയിം അപ്രൂവ് ചെയ്യാൻ പറയേണ്ടതാണ്. മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പഴയ PF അക്കൗണ്ടിലുള്ള എമൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് മെർജ് ആവുന്നതാണ്. ട്രാൻസ്ഫർ ക്ലെയിം വഴി നിങ്ങളുടെ പഴയ PF അക്കൗണ്ടിലെ എംപ്ലോയി ഷെയർ ആൻഡ് എംപ്ലോയർ ഷെയർ എമൗണ്ട് മാത്രം മെർജ് ആവുകയുള്ളൂ. എംപ്ലോയർ അടയ്ക്കുന്ന പെൻഷൻ എമൗണ്ട് ട്രാൻസ്ഫർ ആകുന്നതല്ല. പെൻഷൻ എമൗണ്ട് നിങ്ങൾ റിലീവ് ആയാൽ മാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ടോട്ടൽ സർവീസ് 10 വർഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് റിലീവ് ആയതിനു ശേഷം പെൻഷൻ കോൺട്രിബ്യൂഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും കമ്പനികളുടെ പെൻഷൻ ഫണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. 10 വർഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ സർവീസെങ്കിൽ പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് 58 വയസ്സിന് ശേഷം മന്ത്ലി പെൻഷനായി മാത്രമേ ലഭിക്കുകയുള്ളൂ. അടുത്തതായി PF ട്രാൻസ്ഫർ മൊബൈൽ ഫോൺ വഴി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായി നിങ്ങളുടെ ബ്രൗസറിൽ EPFO മെമ്പർ ഹോം എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന 3 ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡെസ്ക്ടോപ്പ് മോഡ് ഓണാക്കി വയ്ക്കുക. ഓക്കെ കൊടുക്കുക. സൂം ചെയ്യുക. ശേഷം നിങ്ങളുടെ UAN നമ്പർ, പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ഫൊഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UAN നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ കൊടുത്ത് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഫൊഗെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ അക്കൗണ്ട് നോട്ട് ആക്ടിവേറ്റഡ് എന്ന എറർ മെസ്സേജ് വരികയാണെങ്കിൽ അത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഈ ചാനലിൽ ആൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് വരിക. ശേഷം സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഈ കാണുന്നതാണ് EPFO എംപ്ലോയി പോർട്ടലിന്റെ ഹോം മെനു. നമ്മൾ ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് 2 കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. 1. ട്രാൻസ്ഫർ ക്ലെയിം ചെയ്യാൻ ആദ്യം നിങ്ങളുടെ PF അക്കൗണ്ടിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിനായി മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ KYC ക്ലിക്ക് ചെയ്യുക. ശേഷം ബാങ്ക് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് അടിച്ച് OTP കൊടുത്ത് വെരിഫൈ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുന്നതിനുള്ള റിക്വസ്റ്റ് ജനറേറ്റ് ആവുന്നതാണ്. സ്റ്റേറ്റസ് വെരിഫിക്കേഷൻ അണ്ടർ പ്രോസസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പേരും PF അക്കൗണ്ടിലെ പേരും സെയിം ആണെങ്കിൽ മാത്രമേ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആവുകയുള്ളൂ. സാധാരണയായി 2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വെരിഫൈ ആകുന്നതാണ്. PF പോർട്ടലിലെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ എംപ്ലോയറെ കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാത് ബാങ്കിന്റെ ഹെഡ് ഓഫീസ് വഴി ഓട്ടോമാറ്റിക് പ്രൊസീജിയർ വഴിയാണ് അപ്രൂവൽ നടക്കുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് PF ഗ്രിവാൻസ് പോർട്ടൽ വഴി പരാതി ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി, നിങ്ങളുടെ പ്രീവിയസ് കമ്പനിയിൽ എക്സിറ്റ് മാർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ അക്കൗണ്ടിലുള്ള എമൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മെമ്പർ IDയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനായി വ്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ സർവീസ് ഹിസ്റ്ററി എടുക്കുക. അതിൽ ഡേറ്റ് ഓഫ് ലീവിംഗ് EPF, ഡേറ്റ് ഓഫ് ലീവിംഗ് EPS മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എക്സിറ്റ് ഡേറ്റ് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ മാർക്ക് എക്സിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സിറ്റ് ഡേറ്റ് അടിക്കേണ്ട കമ്പനി സെലക്ട് ചെയ്യുക. ശേഷം എക്സിറ്റ് ആയ ഡേറ്റ് കൃത്യമായി ഇവിടെ അപ്ഡേറ്റ് ചെയ്യുക. സെലക്ട് റീസൺ ഫോർ എക്സിറ്റ്, സെസേഷൻ, ഷോർട്ട് സർവീസ്, എനി അതർ റീസൺ തന്നെ സെലക്ട് ചെയ്യാൻ നോക്കുക. ശേഷം ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് റിക്വസ്റ്റ് OTP ക്ലിക്ക് ചെയ്ത് OTP ടൈപ്പ് ചെയ്യുക. ഈ കാണുന്ന ഡിക്ലറേഷനും ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ എക്സിറ്റ് ഡേറ്റ് അപ്ഡേറ്റ് ആകുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷവും എക്സിറ്റ് മാർക്ക് ചെയ്ത ശേഷവും നമുക്ക് ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ചെയ്യാം. അതിനായി ഓൺലൈൻ സർവീസ് ഓപ്ഷനിൽ 1 മെമ്പർ 1 PF അക്കൗണ്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആൻഡ് പ്രസന്റ് കമ്പനി ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ നിങ്ങളുടെ UAN നമ്പർ ടൈപ്പ് ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കമ്പനി സെലക്ട് ചെയ്ത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് ഗെറ്റ് OTP കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ചില കേസിൽ അറ്റസ്റ്റേഷൻ ത്രൂ എന്ന ഓപ്ഷൻ കാണിക്കാറുണ്ട്. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് എംപ്ലോയർ സെലക്ട് ചെയ്ത് ട്രാൻസ്ഫർ ക്ലെയിം സബ്മിറ്റ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസ്ഫർ ക്ലെയിം അപ്ലൈ ആയി. ഇവിടെ അറ്റസ്റ്റേഷൻ ത്രൂ എന്നിടത്ത് അറ്റസ്റ്റേഷൻ നോട്ട് റിക്വയർഡ് എന്നാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ക്ലെയിം നേരിട്ട് PF ഓഫീസിൽ സബ്മിറ്റായി എന്നാണ്. ഇവിടെ പ്രസന്റ് എംപ്ലോയർ എന്നാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കോൺടാക്ട് ചെയ്ത് ട്രാൻസ്ഫർ ക്ലെയിം അപ്രൂവ് ചെയ്യാൻ പറയേണ്ടതാണ്. മാക്സിമം 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ പഴയ PF അക്കൗണ്ടിലുള്ള എമൗണ്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് മെർജ് ആവുന്നതാണ്. ട്രാൻസ്ഫർ ക്ലെയിം വഴി നിങ്ങളുടെ പഴയ PF അക്കൗണ്ടിലെ എംപ്ലോയി ഷെയർ ആൻഡ് എംപ്ലോയർ ഷെയർ എമൗണ്ട് മാത്രം മെർജ് ആവുകയുള്ളൂ. എംപ്ലോയർ അടയ്ക്കുന്ന പെൻഷൻ എമൗണ്ട് ട്രാൻസ്ഫർ ആകുന്നതല്ല. പെൻഷൻ എമൗണ്ട് നിങ്ങൾ റിലീവ് ആയാൽ മാത്രമേ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ടോട്ടൽ സർവീസ് 10 വർഷത്തിൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയിൽ നിന്ന് റിലീവ് ആയതിനു ശേഷം പെൻഷൻ കോൺട്രിബ്യൂഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എത്ര കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അത്രയും കമ്പനികളുടെ പെൻഷൻ ഫണ്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. 10 വർഷത്തിൽ കൂടുതലാണ് നിങ്ങളുടെ സർവീസ് എങ്കിൽ പെൻഷൻ എമൗണ്ട് നിങ്ങൾക്ക് 58 വയസ്സിന് ശേഷം മന്ത്ലി പെൻഷനായി മാത്രമേ ലഭിക്കുകയുള്ളൂ.